നമസ്കാരം. നമ്മളീ കാണുന്ന സാധാരണ സ്റ്റഡി ഗൈഡുകൾ പോലെയല്ല ഇന്നത്തെ ഈയൊരു വിശകലനം ട്ടോ. കേരള PSCയുടെ KAS സബ് ഇൻസ്പെക്ടർ പോലുള്ള അത്യുഗ്രൻ എക്സ്ട്രീം ലെവൽ പരീക്ഷകളെ നേരിടാൻ വേണ്ട ഒരു വാറിയർ മൈൻഡ്സെറ്റ്, അതെ, ഒരു യഥാർത്ഥ പോരാളിയുടെ മാനസികാവസ്ഥയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. സിലബസിലേക്ക് കടക്കും മുൻപ് നമ്മുടെ മനസ്സിനെ എങ്ങനെ ഒരുക്കിയെടുക്കണം എന്നതൊന്ന് കണ്ടുനോക്കാം. തുടങ്ങും മുൻപ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. PSC പരീക്ഷകളെ കീഴടക്കാനുള്ള മാനസിക കരുത്ത് നിങ്ങൾക്കുണ്ടോ? നോക്കൂ, ഇതൊരു വെറും ചോദ്യമല്ല കേട്ടോ. ഈ നിമിഷം മുതൽ നിങ്ങളുടെ ഉള്ളിലെ ആ പേടിയും ഉത്കണ്ഠയും നെഗറ്റീവ് ചിന്തകളുമെല്ലാം അങ്ങ് മാറ്റിവെക്കുക. ഇത്രയും വലിയൊരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ശരിക്കും ഒരു പട്ടാളക്കാരൻ്റേതുപോലെയുള്ള അച്ചടക്കം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ യുദ്ധത്തിനായി നമുക്കിങ്ങനെ തയ്യാറെടുക്കാം എന്ന് നോക്കാം, അല്ലേ? ഒന്നാമതായി, വിജയികളുടെ മാനസികാവസ്ഥ, അതായത് ദ മൈൻഡ് സെറ്റ് ഓഫ് ചാമ്പ്യൻസ്. യഥാർത്ഥ പോരാളികൾ ഒരിക്കലും ആ അവസാനത്തെ റാങ്ക് ലിസ്റ്റ് എന്ന വലിയ മലയെ നോക്കി പേടിക്കാറില്ല. അവരുടെ ഫോക്കസ് മുഴുവൻ ഈ യാത്രയിലാണ്. അതായത്, നമ്മൾ ദിവസവും ചെയ്യുന്ന പഠന പ്രക്രിയയും അന്തിമ ഫലവും തമ്മിലുള്ള ആ വലിയ വ്യത്യാസമുണ്ടല്ലോ. പലരും പരാജയപ്പെടുന്നത് ആ ഫലത്തെക്കുറിച്ചോർത്ത് അയ്യോ റാങ്ക് ലിസ്റ്റിൽ വരുമോ എന്നൊക്കെയോർത്ത് പേടിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ യഥാർത്ഥ വിജയികൾ ഫലത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. ദിവസേനയുള്ള അവരുടെ ആ പഠനരീതിയെ, ആ പ്രോസസ്സിനെ അവർ ശരിക്കും അങ്ങ് പ്രണയിക്കുകയാണ്. സിലബസ് ആക്രമിച്ച് കീഴടക്കുക, അതുമാത്രമാണ് അവരുടെ പ്രതിദിന ലക്ഷ്യം. ഇതൊരു സത്യപ്രതിജ്ഞയായി തന്നെ എടുക്കണം. ഇന്നത്തെ എൻ്റെ 8 മണിക്കൂർ പഠനം ഞാൻ പൂർത്തിയാക്കും. സിലബസിലെ ഓരോ വരിയും ഞാൻ അരിച്ചു പെറുക്കും. റിസൾട്ട് അതിൻ്റെ പുറകെ വന്നോളും. ഇതൊരു ഒന്നൊന്നര എക്സ്ട്രീം മൈൻഡ്സെറ്റാണ് കേട്ടോ. ഓരോ ദിവസവും രാവിലെ ഈ ഒരു മന്ത്രം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണ് ഒരു യഥാർത്ഥ ചാമ്പ്യൻ തൻ്റെ പഠനം തുടങ്ങുന്നത് തന്നെ. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മളീ കേൾക്കുന്ന പ്ലാൻ ബി എന്ന കെണി. സുരക്ഷിതത്വത്തിനായി ഒരു പ്ലാൻ ബി കൂടെ എപ്പോഴും കയ്യിൽ കരുതണമെന്ന് പലരും നമ്മളോട് ഉപദേശിക്കാറില്ലേ? പക്ഷേ സത്യത്തിൽ ഈ ഉപദേശം എത്രത്തോളം അപകടകരമാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒന്നാലോചിച്ച് നോക്കൂ. ലക്ഷ്യത്തിൽ തോറ്റാൽ എന്തു ചെയ്യും, അല്ലെങ്കിൽ എന്റെ പ്ലാൻ ബി എന്താണ് എന്ന ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ തന്നെ നിങ്ങൾ 50% തോറ്റുകഴിഞ്ഞു എന്നാണതിനർത്ഥം. അത്രത്തോളം ആത്മവിശ്വാസക്കുറവാണ് ആ ഒരൊറ്റ ചിന്ത നിങ്ങളിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എക്സ്ട്രീം ലെവലിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും പ്ലാൻ എ മാത്രമേ കാണൂ. എനിക്ക് ഈ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഇതിൽ ഞാൻ വിജയിച്ചിരിക്കും. ഈ ഒരു വാശി മാത്രമായിരിക്കണം എപ്പോഴും നിങ്ങളെ മുന്നോട്ട് നയിക്കേണ്ടത്. എനിക്ക് വേറൊരു വഴിയില്ല എന്ന ആ തിരിച്ചറിവുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. മൂന്നാമതായി നമ്മൾ നോക്കുന്നത് ഒറ്റപ്പെടലിന്റെ ശക്തിയാണ്, അതായത് ദ പവർ ഓഫ് ഐസൊലേഷൻ. പഠനകാലത്ത് നമ്മൾ അനുഭവിക്കുന്ന ഈ ഒറ്റപ്പെടലിനെ നമ്മളൊരു ശിക്ഷയായിട്ടല്ല കേട്ടോ കാണേണ്ടത്. മറിച്ച് ഇതിനെ വളരെ പവിത്രമായ ഒരു തപസ്സായി വേണം നമ്മൾ കാണാൻ. അപ്പോ ഈ ഒരു ആധുനിക തപസ്വി എന്തൊക്കെ ത്യാഗങ്ങൾ ചെയ്യണം? കൂട്ടുകാരോടൊത്തുള്ള കറക്കങ്ങൾ, മണിക്കൂറുകൾ വെറുതെ കളയുന്ന സോഷ്യൽ മീഡിയ റീലുകൾ, പിന്നെ നീളമേറിയ ഫോൺ കോളുകൾ, ഇതെല്ലാം പൂർണ്ണമായി ഒഴിവാക്കേണ്ടി വരും. ഒരു കാട്ടിലേക്ക് തപസ്സിന് പോകുന്നതുപോലെ സ്വയം ഒരു ഏകാന്തതയിലേക്ക് മാറുന്നത് നമ്മുടെ തയ്യാറെടുപ്പിന്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ്. ശരിക്കും ഈ വരികളുടെ ആഴം നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കൂ. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ ശാന്തതയും ഒറ്റപ്പെടലും നാളെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കാനുള്ള എൻ്റെ തയ്യാറെടുപ്പാണ്. അതെ, ഇന്നത്തെ നിങ്ങളുടെ ഈ നിശബ്ദമായ വേദനയാണ് നാളത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ വിജയമായി മാറാൻ പോകുന്നത്. ഈ ഒറ്റപ്പെടൽ ഒരു ശിക്ഷയല്ല, ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റാണ്. ഇനി നമ്മുടെ തയ്യാറെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാലാമത്തെ ഭാഗം, വേദനകളെ ശക്തിയാക്കി മാറ്റുക എന്നതാണ്. കഴിഞ്ഞ പരീക്ഷകളിൽ വളരെ കുറച്ചു മാർക്കുകൾക്ക് ലിസ്റ്റിൽ വരാതെ പോയവരുണ്ടാകാം, അല്ലെങ്കിൽ കഠിനമായി ശ്രമിച്ചിട്ടും തോറ്റുപോയവരുണ്ടാകാം. നിങ്ങളോടാണ് എനിക്കിത് പറയാനുള്ളത്. ആ പരാജയത്തിന്റെ വേദനയുണ്ടല്ലോ, അതിനെ ഒരിക്കലും നിരാശയായോ ഡിപ്രഷനായോ മാറാൻ നിങ്ങൾ അനുവദിക്കരുത്. കഴിഞ്ഞകാല പരാജയങ്ങളുടെ ആ വലിയ വേദനയെ സിലബസ് കീഴടക്കാനുള്ളൊരു അഗ്രസീവ് എനർജിയാക്കി മാറ്റുകയാണ് വേണ്ടത്. ശരിക്കും വാശി കൂടുമ്പോഴല്ലേ നമ്മൾ കൂടുതൽ ഫോക്കസ്ഡ് ആകുന്നത്? ഇതൊരു ശപഥമായി തന്നെ അങ്ങെടുക്കുക. കഴിഞ്ഞ തവണ എന്നെ തോൽപ്പിച്ച അതേ PSC ബോർഡിനെ കൊണ്ട് എൻ്റെ പേര് റാങ്ക് ലിസ്റ്റിൻ്റെ 1-ാം പേജിൽ ഞാൻ അച്ചടിപ്പിക്കും. നിങ്ങളെ പരാജയപ്പെടുത്തിയ സിസ്റ്റത്തിന് മുകളിലുള്ള ഏറ്റവും വലിയ വിജയമായിരിക്കും അത്. നിങ്ങളുടെ ഉള്ളിലെ ആ വേദനയെ നന്നായി പഠിക്കാനുള്ള ഒരു ഇന്ധനമാക്കി അങ്ങ് മാറ്റുക. ഇനി 5-ാമത്തെയും അവസാനത്തെയും ഭാഗം, സ്ഥിരതയാണ് താരം, അഥവാ കൺസിസ്റ്റൻസി ഈസ് ദ കിങ്. ഈ യാത്രയിലെ ഏറ്റവും കഠിനമായ സത്യം എന്താണെന്നറിയാമോ? ഈ മോട്ടിവേഷൻ എന്നത് എപ്പോഴും നമ്മുടെ കൂടെയുണ്ടാകില്ല. പക്ഷേ സ്ഥിരത, ആ കൺസിസ്റ്റൻസി, അതാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ രാജാവ്. ഇവിടെ നമ്മളൊരു വലിയ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഒരു ദിവസം തുടർച്ചയായി 15 മണിക്കൂർ പഠിച്ചിട്ട് അടുത്ത 3 ദിവസം പുസ്തകം പോലും തുറക്കാതിരിക്കുന്ന ആൾ പെട്ടെന്ന് തന്നെ പരാജയപ്പെടും. എന്നാൽ ദിവസവും ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ
ഒരു ദിവസം പോലും മുടങ്ങാതെ സ്ഥിരതയോടെ പഠിക്കുന്ന ആളാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ വരുന്നത്. കുറച്ചേ പഠിക്കുന്നുള്ളെങ്കിലും അത് എല്ലാ ദിവസവും കൃത്യമായി ചെയ്തിരിക്കണം. വളരെ കൃത്യമായൊരു വാക്യമാണിത് കേട്ടോ. പഠിക്കാൻ ഒട്ടും തോന്നാത്ത, മടുപ്പ് തോന്നുന്ന ദിവസങ്ങളിലും പുസ്തകം തുറന്നുവെച്ച് പഠിക്കുന്നവനാണ് യഥാർത്ഥ PSC ജേതാവ്. നോക്കൂ, മൂടുള്ളപ്പോൾ എല്ലാവരും പഠിക്കുമല്ലോ. എന്നാൽ യാതൊരു താൽപ്പര്യവുമില്ലാത്ത, അതികഠിനമായ ബോറടി തോന്നുന്ന ആ സമയത്തും ആ മടുപ്പിനെ അതിജീവിച്ച് പഠിക്കുന്നവരാണ് വിജയികളെ പരാജിതരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: PSC പരീക്ഷ എന്നത് വെറുമൊരു അറിവിന്റെ പരീക്ഷ മാത്രമല്ല. അത് നിങ്ങളുടെ ക്ഷമയുടെയും അതിലുപരി നിങ്ങളുടെ മാനസിക കരുത്തിന്റെയും പരീക്ഷ കൂടിയാണ്. ഇത് ബുദ്ധിയുടെ മാത്രം മത്സരമല്ല, ഇതൊരു വലിയ മനഃശാസ്ത്രപരമായ യുദ്ധം കൂടിയാണ്. നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഏകാന്തതയ്ക്കും വേദനകൾക്കും ഒരു ഫലവുമില്ലാതെ പോവില്ല കേട്ടോ. നിങ്ങളിന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്കെല്ലാം നിങ്ങളുടെ റാങ്ക് ഫയലിന്റെ അവസാന പേജിൽ കാലം തീർച്ചയായും ഉത്തരം നൽകും. നിങ്ങളുടെ ആത്മാർത്ഥമായ ഓരോ പരിശ്രമവും നിങ്ങളെ വിജയത്തിലേക്ക് തന്നെയാണ് നയിക്കുന്നത് എന്നതിൽ സംശയമേ വേണ്ട. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഈ ചോദ്യം നിങ്ങളോട് തന്നെയാണ്. ഈ യാത്രയിൽ നിങ്ങളിപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ തടസ്സം എന്താണ്? അത് മടിയാണോ, ഓർമ്മക്കുറവാണോ, അതോ സമയം തികയാത്തതാണോ? ഈ ചോദ്യം നിങ്ങളൊന്ന് സ്വയം ചോദിച്ചു നോക്കൂ. ആ തടസ്സത്തെ ഇന്ന് തന്നെ തിരിച്ചറിയുകയും അതിനെ മറികടക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങുകയും ചെയ്യുക. ഈയൊരു വിശകലനം നിങ്ങൾക്ക് കൃത്യമായൊരു ദിശാബോധം നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഒന്നും ആലോചിക്കാനില്ല, വേഗം പുസ്തകം തുറക്കുക. വിജയത്തിലേക്കുള്ള നിങ്ങളുടെ യാത്ര തുടങ്ങട്ടെ.